പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 21 ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ബാലേന്ദുബിംബമൊരുപോലെ നിരന്നതിനുമേലെ കുരുൾ നിരയുമപ്പോലെ മിളത്തിലകമാലേയ കുങ്കുമമയാലേപ കാന്തി വടിവും ചാരേ കലർന്നതിവിശാലേ മഹത്പളനി ശൈലേശനായ ഭഗവൽ ഭാലേ വസിക്കൽ മതിയാലേ വരും ശമനമാലേ തുമില്ല മനമേ. ബാലേന്ദുബിംബമൊരുപോലെ നിരന്നതിനുമേലെ കുരുൾ നിരയുമപ്പോലെ മിളത്തിലകമാലേയ കുങ്കുമമയാലേപ കാന്തി വടിവും ചാരേ കലർന്നതിവിശാലേ മഹത്പളനി ശൈലേശനായ ഭഗവൽ ഭാലേ വസിക്കൽ മതിയാലേ വരും ശമനമാലേ തുമില്ല മനമേ. ഇതാണ് ശ്ലോകം. ബാലേന്ദുബിംബം, ചന്ദ്രകല. അപ്പം ഇവിടെ ഷൺമുഖനായ സുബ്രഹ്മണ്യൻ്റെ ചന്ദ്രക്കലകൾ പോലെയുള്ള മുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപോലെ നിരന്ന് ഒരേ തരത്തിൽ നിരനിരയായി, അതിനുമേലെ കുറുനിരയും അതിന് മുകളിലായി കുറുനിരകളും, അപ്പോലെ മിളത്ത് അതിനോട് തന്നെ ചേർന്ന് കാണുന്ന തിലകമാലേയ കുങ്കുമ മയാലേപകാന്തി വടിവും, തിലകമായി ചന്ദനവും കുങ്കുമവും ചേർത്ത് കുറിക്കൂട്ടാക്കി അണിഞ്ഞിരിക്കുന്നതിൻ്റെ സൗന്ദര്യ വടിവും ചാരേ കലർന്ന് നല്ലതുപോലെ ഭംഗിയായി ചേർന്ന് ഇണങ്ങി മഹത് പളനി ശൈലേശനായ മഹത്തായ പളനിമലയുടെ ഈശനായ ഭഗവത് ഭഗവാന്റെ അതിവിശാലേ ഭാലേ അതിവിശാലമായ നെറ്റിത്തടത്തിൽ മനമേ എൻ്റെ മനസ്സേ മതിയാലേ വസിക്കിൽ നീ സമർപ്പിത ബുദ്ധിയോടുകൂടി ധ്യാനിച്ച് നിലകൊണ്ടാൽ വരും ശമനം മാൽ ഏതുമില്ല. സർവദുഃഖങ്ങളുടെയും ശമനമുണ്ടാകും. പിന്നീട് യാതൊരു മാലുകളും ദുഃഖങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ നിനക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. സുബ്രഹ്മണ്യൻ്റെ ഒരുപോലെ നിരന്ന് ശോഭിക്കുന്ന 6 ചന്ദ്രക്കലകൾ പോലെയുള്ള വിശാലമായ നെറ്റിത്തടങ്ങൾക്ക് മുകളിൽ കുറുനിര കാണപ്പെടും. ആ നെറ്റിത്തടങ്ങളിൽ ചന്ദനവും കുങ്കുമവും ചേർത്ത് കുറിക്കൂട്ടുകളായി അണിഞ്ഞിരിക്കും. ചന്ദനക്കുറിക്കൂട്ടുമുണ്ട്, കുങ്കുമക്കുറിക്കൂട്ടുമുണ്ട്. ഇവയുടെയെല്ലാം ഇടകലർന്ന ശോഭയോടുകൂടിയ ആ നെറ്റിത്തടങ്ങളിൽ സമർപ്പിത ബുദ്ധിയോടുകൂടി ധ്യാനമുറപ്പിച്ചു നിർത്തിയാൽ മനസ്സേ നിന്റെ സർവ്വദുഃഖങ്ങളും ശമിക്കുന്നതാണ്. പിന്നെ യാതൊരുവിധ ദുഃഖവും അവശേഷിക്കുകയില്ല. സുബ്രഹ്മണ്യൻ്റെ 6 നെറ്റിത്തടങ്ങളും കുറുനിരകളുമാണ് ഇവിടെ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത്. ഇവിടെ കേശാദിപാത വർണ്ണനയിലൂടെയുള്ള ധ്യാന സാക്ഷാത്കാര മാതൃകയുടെ സമാരംഭമാണ്. ആദ്യമായി കേശ വർണ്ണന, അത്
കിരീടവർണ്ണനയോടുകൂടിയാണ്. അപ്പോൾ കേശത്തിൻ്റെ മുകളിൽ കിരീടം അണിഞ്ഞിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് കിരീടത്തിൻ്റെ വർണ്ണനയായി ആ കേശവർണ്ണനയുടെ തുടക്കം അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 6 ചന്ദ്രക്കലകൾ ഒരുപോലെ നിരന്ന് പ്രശോഭിക്കുന്ന പ്രതീതിയാണ് ഷൺമുഖനായ സുബ്രഹ്മണ്യൻ്റെ 6 ശിരസ്സുകളിൽ അണിഞ്ഞിരിക്കുന്ന കിരീടങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. ചന്ദ്രക്കല വൃദ്ധിക്ഷയ സൂചകമായ ഒരു കാവ്യബിംബമാണ്. ജ്ഞാനസമ്രാട്ടുക്കൾ പദവി സൂചകമായി ധരിക്കുന്ന കിരീടവും കാവ്യബിംബം തന്നെയാണ്. സുബ്രഹ്മണ്യൻ്റെ 6 ശിരസ്സുകൾ 6 മഹാദിക്കുകളുടെ നിറവിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ പഠനത്തിൽ നാം മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള ശിരസ്സുകളിൽ അലങ്കാരമായി പ്രശോഭിക്കുന്ന ചന്ദ്രക്കല പോലെയുള്ള കിരീടങ്ങളുടെ സുവർണദീപ്തി ജ്ഞാനപ്രപഞ്ച ദീപ്തി തന്നെയാണ്. അത്തരത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ചുരുൾമുടിയുടെ അഗ്രനിരകളാണ് കുറുനിരകൾ. ജ്ഞാനാഗ്നിശോഭയാൽ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രക്കലാ സമാനങ്ങളായ കിരീടങ്ങളും അതിന് താഴെയായി കാണപ്പെടുന്ന കുറുനിരകളും ജ്ഞാനയോഗീശ്വര ഭാവത്തിലുള്ള ശിവൻ്റെ ചെഞ്ചിടയെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ചന്ദനം ജ്ഞാനസൗരഭ്യത്തിൻ്റെയും കുങ്കുമം ത്യാഗമൂല്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. സൃഷ്ടിന്മുഖ സംഹാരധർമ്മമൂർത്തിയും വിശ്വമംഗളദായകനുമായ ശിവൻ്റെ സർവപ്രഭാവങ്ങളും സുബ്രഹ്മണ്യൻ്റെ കിരീടവും നെറ്റിത്തടവും ധ്യാനിച്ചാൽ വെളിപ്പെട്ടു കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സുബ്രഹ്മണ്യനെ ശരിക്കും പുരാണകഥയിലെ ശിവൻ്റെ പുത്രൻ എന്ന നിലയിലല്ല, ജ്ഞാനസ്വരൂപതയോടുകൂടി ധ്യാനിച്ച് വെളിപ്പെടുത്തി സാക്ഷാത്കരിക്കുകയാണ്. അപ്പോൾ ആ വർണ്ണന തുടങ്ങുന്നത് കേശാദിപാത വർണ്ണന എന്ന നിലയിൽ ആദ്യം കിരീടത്തെ മുതൽ ഇങ്ങോട്ട് ധ്യാനിക്കുകയാണ്. അപ്പോൾ ഈ സാധാരണ പുരാതന കാലത്തെ ചക്രവർത്തിമാരൊക്കെ കിരീടം ധരിക്കുന്നത് പോലെ ഉള്ള ഒരു കിരീടധാരണമല്ല സുബ്രഹ്മണ്യൻ്റെ കിരീടധാരണത്തിൽ നാം ദർശിക്കേണ്ടത് എന്നും അതിനെ ജ്ഞാനസ്വരൂപതയോടുകൂടി തന്നെ ദർശിക്കണം, അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണമെന്നുമാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.